ഹായ് ഹലോ, ഞാനും തക്കുമ്മൻ്റെയും കൂടെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാം കേട്ടോ. നാളെ നമ്മുടെ തക്കുമ്മൻ്റെ ബർത്ത്ഡേ കേട്ടോ. അങ്ങനെ തക്കുമ്മന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളങ്ങനെ പോയത് ട്രെൻഡ്സിലാണ് കേട്ടോ. തക്കുന് നല്ല പനിയായിരുന്നു. അങ്ങനെ വൈകിട്ട് 6 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്നലെ തക്കുനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കുമായിരുന്നു. ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. നല്ല തലവേദനയും ബോഡി പെയിനും ഉണ്ട്. ഇപ്പോഴത്തെ പനി അങ്ങനെ കേട്ടോ. നല്ല ഹൈ ടെമ്പറേച്ചറും തലവേദനയും ബോഡി പെയിനും ഉണ്ട്. അങ്ങനെ തക്കു നല്ല ക്ഷീണം. അങ്ങനെ വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയായിരുന്നു. മിന്നൂസ് അപ്പോഴത്തേന് ഓട്ടം തുടങ്ങി. മിന്നൂസിന് പിന്നെ ഇങ്ങനെ കടകളിൽ വന്നു കഴിഞ്ഞാൽ മിന്നൂസിന് ഭയങ്കര ഓട്ടമാണ്. അതിനെ കണ്ണാടിയിലൊക്കെ നോക്കി ഉമ്മ വയ്ക്കും കേട്ടോ. അങ്ങനെ മിന്നൂസ് അവിടെ നിന്നൊരു 50% ഓഫറിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡൊക്കെ എടുത്തു. അപ്പോൾ തന്നെ ഞാനും തക്കുവിൻ്റെ ടീഷർട്ട് സെലക്ട് ചെയ്തിരുന്നു. കുറേ ടീഷർട്ടൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ തക്കുവിന് ഇഷ്ടപ്പെട്ട 2 ടീഷർട്ട് എടുത്തു. എല്ലാ ടീഷർട്ടും ഇട്ട് നോക്കിയോടെ സൈസൊക്കെ നോക്കിയെടുത്ത ശേഷം എടുത്തത്. അങ്ങനെ ഞങ്ങൾ തക്കുവിന് എടുത്തതിന് ശേഷം പിന്നെ വന്നത് മിന്നൂസിന് എടുക്കാനാണ്. അങ്ങനെ മിന്നൂസിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോളാം മിന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്കുള്ളത് ഞാൻ എടുത്തോളാം എന്നോട് പറഞ്ഞു. അങ്ങനെ മിന്നൂസ് ടീഷർട്ട് എടുത്തു. മിന്നൂസ് ഇതെല്ലാം എടുത്തത് ഗ്രീൻ കളറായിട്ട് എടുത്തത്. മിന്നൂസ് അങ്ങനെ സൈസൊക്കെ വെച്ച് നോക്കുകയായിരുന്നു. അങ്ങനെ മിന്നൂസും തക്കുവിന് എടുത്തതിന് ശേഷം ബില്ല് പേയ്മെൻറ്റ് വന്നു. അപ്പോഴത്തേനും മിന്നൂസ് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോഴത്തേനും മിന്നൂസ് നേരെ അവിടെ ചുരിദാറിൻ്റെ ഇടയിലോട്ട് പോയി വിളിച്ചു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മേടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അടുത്തൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഇതായിട്ട് നമ്മുടെ പത്തനംതിട്ട പണി നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു. 30 നാളത്തോട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ. ബുക്സൊക്കെ ഏകദേശം തീർന്നു. അപ്പോൾ ബുക്സൊക്കെ മേടിച്ചിട്ട് നാളെ പായസം വയ്ക്കാൻ വേണ്ടി അടയാണ് മേടിച്ചത്. പ്രഥമനാണ് വയ്ക്കുന്നത് കേട്ടോ. അടയും മേടിച്ചു, ശർക്കരയും മേടിച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. അങ്ങനെ തക്കുമോന് വയ്യാഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.